റിസപ്ഷൻ ദിവസം അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി വിശാഖിനോട് ചോദിക്കുന്ന ശ്രീറാം ചന്ദ്രശേഖർ. വിശാഖ് ഒന്നിനും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. സുരേഷിനോട് അവനെ നന്നായി ചോദ്യം ചെയ്യാൻ പറയുന്ന ശ്രീറാം. പുത്രൻ വക്കീലിനെ കാണാൻ വരുന്ന സേവ്യർ തന്നെ ട്രീസ ചതിച്ചുവെന്നും അവൾക്ക് അവളുടെ കാര്യം മാത്രമാണ് വലുതെന്നും പുത്രനോട് സേവ്യർ പറയുന്നു. അതുകൊണ്ട് തന്റെ വക്കാലത്ത് പുത്രൻ വക്കീൽ ഏറ്റെടുക്കണമെന്നും അതിന് 2 ലക്ഷം രൂപ തരാമെന്നും സേവ്യർ പറയുന്നു. അങ്കലാപ്പിലാകുന്ന പുത്രൻ വക്കീൽ ജൂഡിന്റെ കൊലപാതകത്തിൽ ട്രീസയ്ക്കുള്ള പങ്കിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ശ്രീറാമും സുരേഷും ഇക്കാര്യം SP-യുമായി ശ്രീറാം പങ്കുവെക്കുന്നു. ഒടുവിൽ ട്രീസയെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ട്രീസയെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ശ്രീറാമും സംഘവും. തുടർന്ന് കാണുക. ഈശ്വരൻ സാക്ഷിയായി അന്ത്യഘട്ടത്തിലേക്ക്. ഈശ്വരൻ സാക്ഷിയായി ഇനി 21 എപ്പിസോഡുകൾ മാത്രം. ഈ 6.5 കോടി മോഹിച്ചിട്ടുള്ള അന്തം വിട്ട നിൽപ്പാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ഒത്തുകിട്ടാൻ ഇത്തിരി ബന്ധപ്പെടണം. അതിന് ഞാനും കൂടെ വിചാരിക്കണം. അതിന് എൻ്റെ കയ്യൊപ്പം കൂടെ വേണം. മനസ്സിലാവുന്നുണ്ടോ? ജൂഡ് സേവ്യർ കൊലപാതക കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ജൂഡ് സേവ്യറുടെ സഹോദരിയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായ ട്രീസ സേവ്യർ അറസ്റ്റിലായി. ജൂഡ് സേവ്യറെ കൊല്ലാൻ ഉപയോഗിച്ച മെമന്റോ കഴിഞ്ഞ ദിവസം ട്രീസ സേവ്യറുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതിനെ തുടർന്നാണ് അറസ്റ്റ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുമ്പ് അറസ്റ്റിലായ വിശാഖ് സുബ്രഹ്മണ്യത്തിന് ജൂഡ് സേവ്യറുടെ കൊലപാതകവുമായും അഡ്വക്കേറ്റ് ട്രീസ സേവ്യറുമായും അടുത്ത ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ. വിശാഖ് സുബ്രഹ്മണ്യം മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് അറസ്റ്റിലായ വ്യക്തിയാണ്. 2014 നവംബർ 18-നാണ് ജൂഡ് സേവ്യർ കൊല്ലപ്പെടുന്നത്. അഡ്വക്കേറ്റ് ട്രീസ സേവ്യറുടെ അറസ്റ്റോടെ കേസിൽ പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും വിചാരണ ഭാഗികമായി പൂർത്തിയായിട്ടുള്ളതുമാണ്. അന്നത്തെ കുറ്റപത്രത്തിൽ ജൂഡ് സേവ്യറുടെ പ്രതിശ്രുത വധുവായിരുന്ന അപർണയുടെ അമ്മ ഭദ്ര മഹേന്ദ്രനായിരുന്നു 1-ാം പ്രതി. വിചാരണ നടക്കവേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ട്രീസയുടെ ഹർജിയെ തുടർന്നുള്ള വാദത്തിലാണ് പ്രസ്തുത കുറ്റപത്രം റദ്ദാക്കാനുള്ള തീരുമാനം കോടതി കൈക്കൊണ്ടതും അതേ ഉദ്യോഗസ്ഥനെ കൊണ്ടുതന്നെ പുനരന്വേഷണം ഏൽപ്പിച്ചതും. ഇത്രയും എവിഡൻസ് കക്ഷിക്കെതിരായ സ്ഥിതിക്ക് അഡ്വക്കേറ്റ് ട്രീസയെ പോലെ നിയമത്തിലുള്ള പരിചയവും സ്വാധീനവും ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനും കേസിനെ തന്നെ തേച്ചുമാച്ച് കളയാനും ഇടയാക്കും. ട്രീസയെ റിമാൻഡ് ചെയ്യണമെന്നാണോ? റിമാൻഡ് അല്ല സർ, പോലീസ് കസ്റ്റഡിയിൽ തന്നെ വിട്ടുതരണം. ഇതുവരെ ഈ കേസിലെ ഒരു ഘട്ടത്തോടും പോലീസിനോട് സഹകരിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ട്രീസ. നിയമത്തിലുള്ള അറിവും ധാർഷ്ട്യവും വെച്ച് പോലീസിനോട് തട്ടിക്കയറുകയും നിസ്സഹരിക്കുകയും വഴിതെറ്റിക്കുകയുമാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഈ സമീപനമാണ് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏറ്റവും തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും തെളിവുകൾ എഗൈൻസ്റ്റ് ആയ സ്ഥിതിക്ക് ട്രീസയെ 6 ദിവസത്തേക്കെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്നാണ് കോടതിയിൽ അപേക്ഷിക്കുന്നത്. എന്താ ട്രീസയുടെ അഭിപ്രായം? ജൂഡ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നല്ലോ ആദ്യം ഞാൻ. ഇപ്പോൾ ഈ കേസിലെ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഞാൻ തന്നെ കോടതിക്ക് മുമ്പിൽ എനിക്ക് വേണ്ടി വാദിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതി അതിനെനിക്ക് അനുവാദം തരണം. യു ക്യാൻ പ്രൊസീഡ്. യുവർ ഓണർ, ഈ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ ശ്രീറാം ചന്ദ്രശേഖർ എന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ മുൻ ധാരണയോടുകൂടിയാണ് ഈ കേസിൽ പ്രവർത്തിക്കുന്നത്. ഈ കേസിൽ ശ്രീറാം തന്നെ സബ്മിറ്റ് ചെയ്തതും റദ്ദാക്കിയതുമായ കുറ്റപത്രത്തിലെ പ്രൈം അക്യൂസ്ഡ് ആയിരുന്നു ഭദ്ര മഹേന്ദ്രൻ. ഭദ്ര മഹേന്ദ്രനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഗൂഢശ്രമമാണ് ശ്രീറാം നിരന്തരം ഈ കേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കേസ് ഡയറിയിലെ ഓരോ സംഭവങ്ങളും പരിശോധിച്ചു നോക്കിയാൽ നമുക്കിത് കൃത്യമായി വ്യക്തമാകും. മുകുന്ദൻ മേനോൻ, തോമസ് സേവ്യർ, ശ്രീമതി അഴകി രാജേശ്വരി തുടങ്ങിയവരൊക്കെ ഈ കേസിൽ ശ്രീറാം കസ്റ്റഡിയിലെടുത്തവരും ചോദ്യം ചെയ്തതുമായ വ്യക്തികളാണ്. അവരെല്ലാം ഈ കേസിലെ പ്രധാന സസ്പെക്ട്സുമാണ്. അവരെയൊക്കെ ഒഴിവാക്കാനായി ശ്രീറാം കളിക്കുന്ന ഒരു നാടകമാണിത്. യഥാർത്ഥത്തിൽ മരണപ്പെട്ടത് എന്റെ അനിയൻ ജൂഡ് സേവ്യറാണ്. അതുകൊണ്ട് ഞാനാണ് ഈ കേസിലെ വാദി. എന്നെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് എന്റെ മുഖത്ത് നോക്കി അന്വേഷണം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ടോർച്ചറിംഗ്. അതിനുവേണ്ടിയാണ് ശ്രീറാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ ഭാഗമായി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ ടോർച്ചറിംഗ് എന്ന് പറയാമോ? അത് പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ? പക്ഷേ ശ്രീറാം ചന്ദ്രശേഖർ വ്യക്തമായ ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഭദ്ര മഹേന്ദ്രന്റെ മൊഴിയുണ്ട് ആദ്യത്തെ കുറ്റപത്രത്തിൽ. അവർ ജൂഡിനെ അടിച്ചു കൊന്നു.
അത്രയും പരസ്യമായ കുറ്റസമ്മതം നടത്തിയ ഒരു പ്രതിയെ രക്ഷിക്കാനുള്ള ഹീനശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റകൃത്യത്തിന് ഭദ്ര മഹേന്ദ്രൻ ഒരു സഹായിയുണ്ട്. ആ സഹായിയെ കണ്ടെത്തുക മാത്രമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ശ്രീറാം ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം കേസിലെ ഉള്ള തെളിവുകൾ മായ്ച്ചു കളയാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പുതിയ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശ്രീറാം സർ, കൃത്രിമമായി അല്ല സർ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത പലരുടെയും പേര് ട്രീസ ഇവിടെ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് വിശാഖിന്റെ പേര് പറഞ്ഞില്ല? കാരണം വിശാഖ് ഇതിനോടകം തന്നെ 2 കേസിലെ പ്രതിയാണ്. ഒന്നൊരു മയക്കുമരുന്ന് കേസ്, പിന്നെ ഒരു അറ്റംപ്റ്റ് ഓഫ് മർഡർ കേസ്. ഇതിലെല്ലാം വിശാഖിന് വേണ്ടി കോടതിയിൽ അപ്പീൽ ചെയ്തത് ട്രീസയാണ്. അത് വളരെ വ്യക്തമാണ്. ട്രീസയ്ക്ക് വിശാഖിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ വിശാഖ് ജൂഡ് സേവ്യർ മർഡർ കേസിലെ പല വൈറ്റൽ സിറ്റുവേഷനുകളിലെയും സസ്പീഷ്യസ് പ്രസൻസ് ആണ്. ഞാനൊരു അഡ്വക്കേറ്റാണ്. ഞാൻ ആർക്കു വേണ്ടിയും കേസ് വാദിക്കും. അതൊക്കെ വെച്ച് എനിക്ക് അവരോടൊക്കെ ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് സ്റ്റുപ്പിഡിറ്റിയാണ്. പക്ഷേ ആർക്ക് വേണ്ടി വാദിച്ചോ ആ ക്രിമിനലിനെ സ്വന്തം വീട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അതിനോടൊപ്പം ജൂഡ് സേവ്യറിനെ കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ മെമന്റോ കണ്ടെടുക്കുമ്പോൾ, അവിടെ അതൊരു നിസ്സാരപ്പെട്ട കക്ഷി വക്കീൽ ബന്ധം മാത്രമല്ല, അതിനപ്പുറം മറ്റെന്തോ ആണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാർ, ഇത്ര ഓപ്പണായി എന്നെയും വിശാഖിനെയും കണക്ട് ചെയ്യുകയും വിശാഖിനെ എന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അതിനകത്തൊരു ഫൗൾ പ്ലേ ഉണ്ടെന്ന്. മനഃപൂർവ്വം എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ശ്രമം. കുറ്റസമ്മതം നടത്തിയ ഒരു പ്രതിയേക്കാളിലും സമർപ്പിച്ച ഒരു കുറ്റപത്രത്തിനേക്കാളും അധികം എന്ത് തെളിവുകളാണ് ഈ കേസിൽ എന്നെ കണക്ട് ചെയ്യാൻ ഈ പോലീസ് ഓഫീസറുടെ കയ്യിലുള്ളത്? ആ മൊമെന്റോയോ? ഒരു മൊമെന്റോ ആർക്കും എവിടെയും എപ്പോ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാവുന്നതാണ്. എസ്കത്തിയും വൈക്കത്തിയും കൊണ്ട് പോലീസ് മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടാക്കുന്നതിന് ചാനലുകൾ വരെ സാക്ഷിയാകാറുണ്ട്. അതുകൊണ്ട് 1 വർഷം കൊണ്ട് ഈ മർഡർ കേസിന്റെ അന്വേഷണം ഗതിമുട്ടിയ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു മൊമെന്റോ എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനാണോ ഇത്ര പാട്? പിന്നെ ഈ വിശാഖ് കണക്ഷൻ, വിശാഖ് അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതൊരു ഫാക്റ്റാണ്. ഓക്കെ, ഞാൻ വിശാഖിനെ ഇനി എന്റെ വീട്ടിൽ താമസിപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കൂ. പക്ഷേ ഈ വിശാഖിനെ പോലും ജൂഡ് സേവർ കേസിൽ കണക്ട് ചെയ്യാമെന്ന ഒന്നും ഈ പോലീസ് ഓഫീസർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സർ, ഞാൻ മുമ്പ് സമർപ്പിച്ച കുറ്റപത്രം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് എനിക്ക് അനുവാദം തന്നത് ഈ കേസ് പുതുതായിട്ട് അന്വേഷിക്കാൻ. എനിക്ക് കോടതി അനുവദിച്ച സമയം തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. പുതിയ അന്വേഷണത്തിൽ ഞാൻ കണ്ടെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. പുതിയ കുറേ വസ്തുതകളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. അവയൊക്കെ കൂട്ടിച്ചേർത്ത് കണ്ടെത്താൻ അഡ്വക്കേറ്റ് ട്രീസ സേവ്യർ എന്ന ഈ കേസിലെ പ്രൈം സസ്പെക്ടിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് അപേക്ഷിക്കുന്നു. 5 പ്രധാനപ്പെട്ട തെളിവുകളാണ് പോലീസ് കോടതിക്ക് മുന്നിൽ ട്രീസയ്ക്കെതിരെ നിരത്തിയത്. കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ഫയലിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ കേസിന്റെ സുഗമമായ അന്വേഷണത്തിന് കോടതിയുടെ സഹായമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ട്രീസ, പോലീസ് സമർപ്പിച്ചിരിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അപേക്ഷ ന്യായവും നീതിയുക്തവുമാണെന്ന് കണ്ട് കോടതി ഇത് അംഗീകരിക്കുകയാണ്. അഡ്വക്കേറ്റ് ട്രീസ സേവ്യറെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. താങ്ക് യു, യുവർ ഓണർ. ജൂഡ് സേവ്യറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അഡ്വക്കേറ്റ് ട്രീസ സേവ്യറെ 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവായിരിക്കുകയാണ്. മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു കോടതിയുടെ ഈ തീരുമാനം. ജാമ്യം നേടുന്നതിനു വേണ്ടി അഡ്വക്കേറ്റ് ട്രീസ തന്നെയായിരുന്നു കോടതിയിൽ ന്യായം ഉന്നയിച്ചത്. പഴയ കേസിന്റെ തുടരന്വേഷണത്തിന് ട്രീസയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടത് ഏറെ അനിവാര്യമാണ് എന്ന് തന്നെയാണ് പോലീസ് കോടതിയിൽ വാദിച്ചത്. കൊലപാതകത്തിൽ ട്രീസ സേവ്യറുടെ പങ്കിനെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും വ്യക്തമായ തെളിവിന്റെ അഭാവത്താലാണ് കേസ് എടുക്കാതിരുന്നതെന്നാണ് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീറാം ചന്ദ്രശേഖർ കോടതിയിൽ വാദിച്ചത്. കൃത്രിമമായി തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് വാദിച്ചത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീറാം ചന്ദ്രശേഖരന്റെ
കോടതിയിൽ തകർത്തു ട്രീസ. തൂക്കുകയർ മുന്നിൽ കണ്ട ഒരുപാട് പേരെ നിസ്സാരമായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ട്രീസ സ്വന്തം കാര്യം വന്നപ്പോ അതും ഒരു നിസ്സാര ജാമ്യത്തിന്റെ കാര്യത്തിൽ വിശ്വരൂപം പുറത്തെടുത്തിട്ടും വീണുപോയി. അതാണ് വിധി, ട്രീസയുടെ വിധി. 1-2 ദിവസം എന്നെ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഒത്തുകിട്ടിയതിന്റെ സന്തോഷമായിരിക്കും. സാർ അങ്ങ് സന്തോഷിച്ചോ? ഇത് 1-2 ദിവസത്തെ കാര്യമല്ല ട്രീസ. ഇനി അങ്ങോട്ട് 10-15 വർഷങ്ങൾ ഇരുട്ട് കണ്ട് ജീവിക്കും ട്രീസ. ശ്വാസം മുട്ടി ജീവിക്കും. ഒരേ തരം ഭക്ഷണം കഴിച്ച് ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ജീവിക്കേണ്ടി വരും. സുരേഷ്, മീഡിയക്കാര് കൊട്ടിഘോഷിച്ചിരുന്ന കോടതിയിലെ ടെറർ സെൻട്രൽ ജയിലിന്റെ കൂറ്റൻ മതിൽക്കെട്ടിലിരുന്ന് വീർപ്പുമുട്ടും. വലിയ സാഹിത്യമാണല്ലോ സാറേ. എൻ്റെ ഹൃദയം വിതുമ്പിപ്പൊട്ടി ഞാനിപ്പോൾ അങ്ങ് കരയും. എന്നെ വിഷമിപ്പിക്കല്ലേ. കോടതിയിൽ കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിന് എൻ്റെ കസ്റ്റഡി അത്യാവശ്യമാണെന്ന് പറഞ്ഞത് സാറിന് ഇതുപോലെ സാഡിസം പറഞ്ഞ് കളിക്കാനായിരുന്നു അല്ലേ? ഞാൻ അറിഞ്ഞില്ല. വേണ്ട, ഇനി സ്ട്രെയിറ്റ് മാറ്ററിലേക്ക് വരാം. ഒന്ന്, ആ മെമന്റോ, ജൂഡ് സേവ്യർ കൊലക്കേസിലെ പ്രൈം മെറ്റീരിയൽ എവിഡൻസ്. 2, വിശാഖ് സുബ്രഹ്മണ്യം. 3, രഘു എന്ന വാടക ഗുണ്ട. 4, പത്മ എന്ന ഡോക്ടർ. 5, 6.5 കോടി എന്ന മോട്ടീവ്. ജൂഡ് സേവ്യറെ എന്തിന് ട്രീസ കൊന്നു എന്നതിനുള്ള ഉത്തരം. കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയറാണ്. എങ്ങനെ, എപ്പോ, എന്ത്, അങ്ങനെ ചില മൈന്യൂട്ട് ഡീറ്റെയിൽസ് മാത്രം അറിഞ്ഞാൽ മതി. അതായത് സാറിന് ഇഷ്ടപ്പെട്ട മാതിരി സാർ ഒരു വീടുണ്ടാക്കി വെച്ചു. ഞാൻ വന്നൊന്ന് അത് പെയിന്റ് ചെയ്ത് തരണം. വിടവും വൃത്തികേടും മാറ്റി ഒന്ന് റെഡിയാക്കി തന്ന സാറിനത് നാട്ടുകാരെ കാണിച്ച് ഷൈൻ ചെയ്യാം. 1 വർഷം ഈ കേസ് എങ്ങും എത്താതെ വലിഞ്ഞിഴഞ്ഞതിന്റെ മാനക്കേടങ്ങ് മറയ്ക്കാൻ പറ്റും. സോറി, അതിനെന്നെ പ്രതീക്ഷിക്കരുത്. മോട്ടീവിന്റെ കാര്യത്തിൽ ആർക്കും ഡൗട്ടില്ല. ഈ 6.5 കോടി നിങ്ങളുടെ ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്തത് ജൂഡിന്റെ കൊലപാതകം, പിന്നെ അപ്പുവിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനെ തടസ്സപ്പെടുത്തിയ മീനാക്ഷിയെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. അത്രയും സിമ്പിളാണ്, സ്ട്രെയിറ്റ് ആണ് കാര്യങ്ങൾ. പിന്നെ എന്താ സാറിന് ബുദ്ധിമുട്ട്? കോടതിയിൽ ഈസിയായിട്ട് കാര്യങ്ങൾ അങ്ങ് പ്രൂവ് ചെയ്യായിരുന്നല്ലോ. പുച്ഛം മാറ്റിവെക്ക് ട്രീസ. നിഖിലിന്റെ ഫ്രണ്ട് എന്ന പേരിൽ വിശാഖിനെ നിങ്ങൾ ഇവിടെ വരുത്തിയതാണ്, കറക്റ്റ് അല്ലേ? നിങ്ങളുടെ ആവശ്യത്തിനായി. അല്ലാന്ന് പറഞ്ഞാ സാർ സമ്മതിക്കുമോ? നിങ്ങൾ അപ്പീർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ലാത്തൊരു കേസിന്റെ കാര്യം പറഞ്ഞുള്ള നിങ്ങളുടെ ഡൽഹി യാത്ര 1.5 മണിക്കൂർ കഴിഞ്ഞ് ബ്രദർ മരിച്ചതിന്റെ ഷോക്കിൽ തിരിച്ചു വരുന്ന ട്രീസ. അളന്ന് കുറിച്ചതുപോലെ ഒരു പെർഫെക്റ്റ് പ്ലാനിംഗ് ഉണ്ടായിരുന്നു ആ കഥയ്ക്ക്. ഇത്രയും പെർഫെക്റ്റായ ട്രീസ ആ മെമന്റോ ആ വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ തീരുമാനിച്ചത് അബദ്ധമായി പോയി. അത് ട്രീസയുടെ അതിബുദ്ധിയല്ലേ? പ്രശ്നം എന്റെ അതിബുദ്ധിയുടെ അല്ല, നിങ്ങളുടെ വിഡ്ഢിത്തരത്തിന്റെ. ഈ മൊമന്റോയുടെയും വിശാഖിന്റെയും പേരിലാണ് നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഫൂളിഷ്നെസ്സാണ്. ഇപ്പൊ ഈ കാണിക്കുന്ന ആവേശമൊക്കെ നാളെ നിങ്ങളെ തിരിഞ്ഞുകുത്തും. നിങ്ങൾ നാണം കിടും. തിരിഞ്ഞു കുത്തട്ടെ ട്രീസ. അന്നേരം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാൽ ഇന്ന് കോടതിയിൽ നിങ്ങളുടെ ആർഗ്യുമെന്റ്സിന്റെ മൊനയൊടിഞ്ഞു പോയത് എവിടെയാണെന്നറിയോ? അറിയോ? വിശാഖ് സുബ്രഹ്മണ്യം എന്ന ഡ്രഗ് ഡീൽ കേസിലെ മർഡർ അറ്റംപ്റ്റ് കേസിലെ പ്രതിയെ അയാൾ ചെന്നുപെടുന്ന
എല്ലാ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങൾ കാട്ടിയ വ്യഗ്രത. ട്രീസയെപ്പോലെ ഒരു റെപ്യൂട്ടഡ് സോഷ്യൽ ആക്ടിവിസ്റ്റിന് ഉത്തരം മുട്ടിപ്പോയത് അവിടെയാണ്. അത് വിശാഖ എന്ന ക്രിമിനലിനോട് നിങ്ങൾക്ക് വിധേയത്വം ഉണ്ടായിട്ടാണ്. അവന്റെ കയ്യിൽ നിങ്ങളെ പൂട്ടുന്ന തെളിവുകൾ ഉണ്ടായിട്ടാണ്. അവനെ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ജൂഡ് എന്ന മഹാ ഫ്രോഡിനെ കൊല്ലാൻ പലർക്കും പല കാരണങ്ങളുമുണ്ട്. അവൻ ചെയ്ത പ്രവൃത്തികളുടെ ലിസ്റ്റ് എടുത്താൽ ആ കൂട്ടത്തിൽ ആർക്കും അവനെ കൊല്ലാനുള്ള വെഞ്ചൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരാളെ നിങ്ങൾ പറഞ്ഞ് ട്രിഗർ ചെയ്താലും മതി. അങ്ങനെ ഒരാളെ പറഞ്ഞു കയറ്റി നിങ്ങൾക്ക് ചെയ്യിക്കാം. അപ്പോ വിശാഖന് കഥയിലൊരു സപ്പോർട്ടിംഗ് റോളും ആവാം. ശരിയല്ലേ? നിർത്ത്. ജൂഡിനെ പറ്റി മേലെ അനാവശ്യം പറയരുത്. നിങ്ങൾ ഏത് സമയവും പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന സെന്റിമെന്റ്സ് പറയുന്ന ജൂഡ് സേവറുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇല്ല എന്ന് പറഞ്ഞ നിങ്ങൾ പൊട്ടം കളിക്കുകയാണ്. അവനൊരു സെക്ഷൽ പെർവർട്ടായിരുന്നു, ചീറ്റായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ അവൻ കാരണം നശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ഇന്റൻഷൻ ഇത് തന്നെയാണ്. ഭദ്രയെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഭദ്ര പറഞ്ഞ സ്റ്റോറി കറക്റ്റ് ആവണമെങ്കിൽ ജൂഡ് ഫ്രോഡാകണമല്ലോ. ഫ്രോഡ് ആകുകയല്ല, ആണ്. അത് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ആർക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ഈ അഴകിയെന്നൊരു സ്ത്രീ അറിയൂ? മൂന്നൻ മേനോന്റെ കൂട്ടുകാരി. അവരുടെ അടുത്ത് അന്ന് രാത്രി ആരും അറിയാതെ നിങ്ങളുടെ ഉപ്പാപ്പ പോയി. മുകുന്ദൻ മേനോനെ കാണാനാണോ? അതോ ആ സമയം അവിടെ എത്തിയ വിശാഖ സുബ്രഹ്മണ്യത്തെ കണ്ട് പറഞ്ഞുറപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനോ? ഉപ്പാപ്പയെ പറ്റിയാണെങ്കിൽ ഉപ്പാപ്പയോട് തന്നെ ചോദിക്കുന്നത് നല്ലത്. അതെന്താ? നിങ്ങളൊരു ആത്മാവും രണ്ട് ശരീരമായിരുന്നല്ലോ. രണ്ട് ശരീരമല്ലേ സാർ? അപ്പൊ ആ ശരീരം എന്ത് ചെയ്തു എന്ന് ആ ശരീരത്തിനോട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങൾ ആദ്യം കെട്ടിയുണ്ടാക്കിയ കോടതിയിൽ സമർപ്പിച്ച ഒരു കുറ്റപത്രത്തിനെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിൽ ഭദ്രയുടെ മൊഴിയുണ്ട്. ജൂഡിനെ അടിച്ചു കൊന്നത് അവരാണ്, അവർ ബോഡി തള്ളി താഴെ ഇടുവായിരുന്നു എന്ന്. ഇപ്പോഴത്തെ നിങ്ങളുടെ പുതിയ ഫൈൻഡിങ്സ് കാണുമ്പോൾ ആ കുറ്റപത്രത്തിന് മൊഴിക്കൊക്കെ എന്താ പ്രസക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ സ്വയം അങ്ങ് വിഴുങ്ങുവാണോ? അതിനുള്ള മറുപടി ജൂഡിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഫോറൻസിക് ഡീറ്റെയിൽസ്. അതിൽ കുറെ ഡൗട്ട്സ് ഉണ്ട്. ഞാനതൊന്ന് വിശദമായിട്ട് ക്ലാരിഫൈ ചെയ്തു, കൺസൾട്ട് ചെയ്തു. സർജൻസിന്റെ പുതിയ ഫൈൻഡിങ്സ് കൂടി വെച്ച് പുതുതായി ഞാൻ തയ്യാറാക്കിയ ഒരു ഫയലുണ്ടത്. കുറെ പുതിയ സാധ്യതകൾ. ഈ ചോദ്യത്തിനുള്ള മറുപടി അതിലുണ്ട്. ജൂഡിന്റെ ബോഡി ഒരിക്കലും വലിച്ചഴിച്ചല്ല കായൽക്കരയിൽ കൊണ്ടുപോയത്. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന മുറിവുകളോ പാടുകളോ ഒന്നും അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഫിസിക്കലി വളരെ ഏബിളായ ഒരാൾ, അല്ലെങ്കിൽ രണ്ടുപേർ ജൂഡിന്റെ ബോഡി എടുത്തുകൊണ്ടാണ് കായൽക്കരയിൽ കൊണ്ടുപോയത്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത്? അക്ഷമ കാണിക്കാത്ത ട്രീസ. ഞാനിത് പറയുമ്പോ ട്രീസ അക്ഷമയാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ട്രീസയ്ക്ക് ക്ഷമയോടത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. നിങ്ങളെ എനിക്ക് കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പെട്ടുകഴിഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? പറയാം. റിസപ്ഷൻ ഡേയിൽ അന്ന് രാത്രി 10:30 ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ട്രീസ 11 മണിയോടെ സ്വന്തം വീട്ടിലെത്തുന്നു. രാവിലെ 4:30 നിങ്ങളുടെ ജൂനിയർ നന്ദൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിക്കുന്നു. ഡൽഹി ഫ്ലൈറ്റിന് നിങ്ങൾ ഡൽഹിക്ക് പോകുന്നു. ഇതല്ലേ നടന്നത്? ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പോലീസ് ഡയറിയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അതെ. ഒരു നിസ്സാര ചോദ്യം. നിങ്ങൾ കറണ്ട് പോയിട്ടാണ് അന്ന് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അന്ന് രാത്രി 11:30
അവിടെ പവർ സപ്ലൈ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. വിശാഖ് സുബ്രഹ്മണ്യം എന്ന ഡ്രഗ് ഡീൽ കേസിലെ മർഡർ അറ്റംപ്റ്റ് കേസിലെ പ്രതിയെ അയാൾ ചെന്നുപെടുന്ന എല്ലാ ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങൾ കാട്ടിയ വ്യഗ്രത ട്രീസയെപ്പോലെ ഒരു റെപ്യൂട്ടഡ് സോഷ്യൽ ആക്ടിവിസ്റ്റിന് ഉത്തരം മുട്ടിപ്പോയത് അവിടെയാണ്. അത് വിശാഖ് എന്ന ക്രിമിനലിനോട് നിങ്ങൾക്ക് വിധേയത്വം ഉണ്ടായിട്ടാണ്. അവന്റെ കയ്യിൽ നിങ്ങളെ പൂട്ടുന്ന തെളിവുകൾ ഉണ്ടായിട്ടാണ്. അവനെ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ജൂഡ് എന്ന മഹാ ഫ്രോഡിനെ കൊല്ലാൻ പലർക്കും പല കാരണങ്ങളുമുണ്ട്. അവൻ ചെയ്ത പ്രവൃത്തികളുടെ ലിസ്റ്റ് എടുത്താൽ ആ കൂട്ടത്തിൽ ആർക്കും അവനെ കൊല്ലാനുള്ള വെഞ്ചൻസ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരാളെ നിങ്ങൾ പറഞ്ഞ് ട്രിഗർ ചെയ്താലും മതി. അങ്ങനെ ഒരാളെ പറഞ്ഞു കയറ്റി നിങ്ങൾക്ക് ചെയ്യിക്കാം. അപ്പോ വിശാഖന് കഥയിലൊരു സപ്പോർട്ടിംഗ് റോളും ആവാം. ശരിയല്ലേ? നിർത്ത്. ജൂഡിനെ പറ്റി മേലെ അനാവശ്യം പറയരുത്. നിങ്ങൾ ഏത് സമയവും പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന സെന്റിമെന്റ്സ് പറയുന്ന ജൂഡ് സേവറുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇല്ലാന്ന് പറഞ്ഞ നിങ്ങൾ പൊട്ടം കളിക്കുകയാണ്. അവനൊരു സെക്ഷൽ പെർവർട്ടായിരുന്നു, ചീറ്റായിരുന്നു. ഒരുപാട് പെൺകുട്ടികൾ അവൻ കാരണം നശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ഇന്റൻഷൻ ഇത് തന്നെയാണ്. ഭദ്രയെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഭദ്ര പറഞ്ഞ സ്റ്റോറി കറക്റ്റ് ആവണമെങ്കിൽ ജൂഡ് ഫ്രോഡാകണമല്ലോ. ഫ്രോഡ് ആകുകയല്ല, ആണ്. അത് തെളിയിക്കുന്ന ഒരുപാട് തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ആർക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ ഞാനത് കോടതിയിൽ പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ഈ അഴകിയെന്നൊരു സ്ത്രീ അറിയൂ? മൂന്നൻ മേനോന്റെ കൂട്ടുകാരി. അവരുടെ അടുത്ത് അന്ന് രാത്രി ആരും അറിയാതെ നിങ്ങളുടെ ഉപ്പാപ്പ പോയി. മുകുന്ദൻ മേനോനെ കാണാനാണോ? അതോ ആ സമയം അവിടെ എത്തിയ വിശാഖ് സുബ്രഹ്മണ്യത്തെ കണ്ട് പറഞ്ഞുറപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനോ? ഉപ്പാപ്പയെ പറ്റിയാണെങ്കിൽ ഉപ്പാപ്പയോട് തന്നെ ചോദിക്കുന്നത് നല്ലത്. അതെന്താ? നിങ്ങളൊരു ആത്മാവും രണ്ട് ശരീരമായിരുന്നല്ലോ. രണ്ട് ശരീരമല്ലേ സാർ? അപ്പൊ ആ ശരീരം എന്ത് ചെയ്തു എന്ന് ആ ശരീരത്തിനോട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങൾ ആദ്യം കെട്ടിയുണ്ടാക്കിയ കോടതിയിൽ സമർപ്പിച്ച ഒരു കുറ്റപത്രത്തിനെ പറ്റി ഞാൻ ആലോചിക്കുകയായിരുന്നു. അതിൽ ഭദ്രയുടെ മൊഴിയുണ്ട്. ജൂഡിനെ അടിച്ചു കൊന്നത് അവരാണ്, അവർ ബോഡി തള്ളി താഴെ ഇടുവായിരുന്നു എന്ന്. ഇപ്പോഴത്തെ നിങ്ങളുടെ പുതിയ ഫൈൻഡിങ്സ് കാണുമ്പോൾ ആ കുറ്റപത്രത്തിന് മൊഴിക്കൊക്കെ എന്താ പ്രസക്തി എന്നാ ഞാൻ വിചാരിക്കുന്നത്. അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ സ്വയം അങ്ങ് വിഴുങ്ങുവാണോ? അതിനുള്ള മറുപടി ജൂഡിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഫോറൻസിക് ഡീറ്റെയിൽസ്. അതിൽ കുറെ ഡൗട്ട്സ് ഉണ്ട്. ഞാനതൊന്ന് വിശദമായിട്ട് ക്ലാരിഫൈ ചെയ്തു, കൺസൾട്ട് ചെയ്തു. സർജൻസിന്റെ പുതിയ ഫൈൻഡിങ്സ് കൂടി വെച്ച് പുതുതായി ഞാൻ തയ്യാറാക്കിയ ഒരു ഫയലുണ്ടത്. കുറെ പുതിയ സാധ്യതകൾ. ഈ ചോദ്യത്തിനുള്ള മറുപടി അതിലുണ്ട്. ജൂഡിന്റെ ബോഡി ഒരിക്കലും വലിച്ചഴിച്ചല്ല കായൽക്കരയിൽ കൊണ്ടുപോയത്. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന മുറിവുകളോ പാടുകളോ ഒന്നും അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഫിസിക്കലി വളരെ ഏബിളായ ഒരാൾ, അല്ലെങ്കിൽ രണ്ടുപേർ ജൂഡിന്റെ ബോഡി എടുത്തുകൊണ്ടാണ് കായൽക്കരയിൽ കൊണ്ടുപോയത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലെത്തിയപ്പോ അന്ന് രാത്രി 11:30 അവിടെ പവർ സപ്ലൈ ഉണ്ടായിരുന്നോ ഇല്ലേ? ഉണ്ടായിരുന്നു. തെറ്റ്. അതിനർത്ഥം ഫിസിക്കലി വളരെ ഏബിളായ ഒരാൾ, അല്ലെങ്കിൽ രണ്ടുപേർ ജൂഡിന്റെ ബോഡി എടുത്തുകൊണ്ടാണ് കായൽക്കരയിൽ കൊണ്ടുപോയത്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത്? അക്ഷമ കാണിക്കാതെ ട്രീസ. ഞാനിത് പറയുമ്പോ ട്രീസ അക്ഷമയാകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ട്രീസയ്ക്ക് ക്ഷമയോടത് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. നിങ്ങളെ എനിക്ക് കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി പെട്ടുകഴിഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? പറയാം. റിസപ്ഷൻ ഡേയിൽ അന്ന് രാത്രി 10:30 ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ട്രീസ 11 മണിയോടെ സ്വന്തം വീട്ടിലെത്തുന്നു. രാവിലെ
4:30 നിങ്ങളുടെ ജൂനിയർ നന്ദൻ വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിക്കുന്നു. ഡൽഹി ഫ്ലൈറ്റിന് നിങ്ങൾ ഡൽഹിക്ക് പോകുന്നു. ഇതല്ലേ നടന്നത്? ഇങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത്. പോലീസ് ഡയറിയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശരിയല്ലേ? അതെ. ഒരു നിസ്സാര ചോദ്യം. നിങ്ങൾ കറണ്ട് പോയിട്ടാണ് അന്ന് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നിങ്ങളുടെ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ അന്ന് രാത്രി 11:30 അവിടെ പവർ സപ്ലൈ ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. തെറ്റ്. അവിടെയും ആ പ്രദേശങ്ങളിലും അന്ന് രാത്രി പവർ സപ്ലൈ പോയിരിക്കുമായിരുന്നു. പക്ഷെ പോയാലും ഞാൻ അറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇൻവേർട്ടർ കണക്റ്റഡ് ആണ്. നിങ്ങൾ അന്ന് രാത്രി ബെഡ്റൂമിലല്ലേ കിടന്നത്? അതെ. പക്ഷേ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇൻവെർട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ. അത് ഞാൻ ചെക്ക് ചെയ്താണ്, വെരിഫൈ ചെയ്താണ്. അന്ന് രാത്രി സ്വന്തം വീടിന്റെ ബെഡ്റൂം ലാമ്പ് ഓൺ ആക്കിയപ്പോ അത് കത്തിയോ ഇല്ലയോ? അത്രയും സിമ്പിളാണ് എന്റെ ചോദ്യം. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ കാണണം. അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങളുടെ ബെഡ്റൂമിലെ ഫാനും ലൈറ്റും ഓൺ ആയിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളെന്നല്ല, ഏതൊരു സാധാരണ മനുഷ്യനും ശ്രദ്ധിക്കും, അറിയും. ഞാനത് ഓർക്കുന്നില്ല. നിങ്ങൾ ഓർക്കാത്തതല്ല ട്രീസ. നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പയും അന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ പോയിട്ടില്ല.